ഇപ്പോൾ ഇന്ത്യക്ക് അകത്ത് പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഈ 5 സബ്ജക്റ്റും RTRും ചെയ്തിട്ട് നമ്മൾ പോയി പറക്കുകയാണ്. ഓക്കെ. ഇന്ത്യക്ക് പുറത്താണ് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് 3 സബ്ജക്റ്റ് എടുത്തിട്ട് വേണം പോവാൻ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തെ ലൈസൻസുകാർ ഇന്ത്യയിൽ വന്ന് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അവർ ഈ 3 സബ്ജക്റ്റും പിന്നെ അത് ഫ്ലൈ ചെയ്തും കാണിക്കണം, കൂടെ RTRും ഉണ്ടായിരിക്കണം, എങ്കിലേ ഇന്ത്യൻ ലൈസൻസ് തരുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് പുറത്ത് പഠിക്കുന്ന പിള്ളേരെല്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഈ 3 സബ്ജക്റ്റ് മെറ്റീരിയോളജി, നാവിഗേഷൻ, റെഗുലേഷൻ പിന്നെ RTR ലൈസൻസും എടുത്തിട്ടാണ് അവർ പോവുക. അവർ പോയിട്ട് അവിടെ പോയി അവരെ ഈ 200 മണിക്കൂർ റിക്വയർമെൻ്റ് ഫ്ലൈയിങ് ഇല്ലേ, അത് അവിടെ പോയി അവർ കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് തിരിച്ച് വന്നിട്ട് അവരതിനെ കൺവേർട്ട് ചെയ്യും. DGCAയിൽ കൺവേർഷന് കൊടുക്കും. അപ്പോൾ DGCA പറയും ഓക്കെ ഫൈൻ, നിങ്ങൾ മറ്റേ സബ്ജക്ട്സ് പാസ്സായോ? 3 പാസ്സായി, ഓക്കെ, എനിക്ക് പറന്ന് കാണിക്കോ, നിങ്ങൾക്ക് പറക്കാൻ അറിയാമെന്ന് നോക്കും. അതിന് ഡേ ചെക്ക്, നൈറ്റ് ചെക്ക്, പിന്നെ ക്രോസ് കൺട്രി ഉണ്ടാവും. അത് ഫ്ലൈ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഇത് കൺവേർട്ടഡ് ആവും. അപ്പോൾ ഈ സബ്ജക്ട്സിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ രാജ്യത്ത് പോയാൽ നമ്മൾ ഈ പഠിച്ചല്ലേ ആ സബ്ജക്റ്റ് ഒന്നും കൂടെ അവിടെ പോയി പഠിക്കണം.